പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ, അനുഗ്രഹീതമായ ഈ സമയം ദൈവത്തിനുമുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം ബലഹീനനായ എന്നെ അനുവദിച്ച ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയോട് ചേർന്ന് ഒരു വേദഭാഗം ഇപ്രകാരം വായിക്കാം. അത് സങ്കീർത്തനങ്ങൾ 14 അതിൻ്റെ 2. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യം, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് ധ്യാനിക്കുമ്പോൾ തൻ്റെ ചിന്തകളിലൂടെ ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ കർത്താവ് നോക്കിക്കൊണ്ടു നിൽക്കുകയാണ്. എന്നാൽ ആ നോട്ടത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇത് ദൈവവചനമാണ്. നോക്കുമ്പോൾ ചിലർ ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ നന്മയല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആർക്കും ഒരു ദോഷവും പ്രവർത്തിക്കുന്നില്ല, ഒരാളുടെയും ജീവിതത്തിലേക്ക് ഞാൻ കടന്നു കയറുന്നില്ല, എന്നെക്കൊണ്ട് ഉപകാരമല്ലാതെ ഒരു നഷ്ടവും ഞാൻ ആർക്കും വരുത്തുന്നില്ല എന്നെല്ലാം ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. അത് നല്ലത് തന്നെയാണ്, അങ്ങനെ തന്നെയായിരിക്കട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന കർത്താവ് കാണുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. വഴി തെറ്റുന്ന തലമുറ. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും യഥാർത്ഥമായ വഴിയിൽ തന്നെയാണോ നിൽക്കുന്നത്? 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം കാണാം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും എന്ന്. പാപികളുടെ വഴിയിൽ നിൽക്കുന്ന, പാപികളുടെ വഴിയിൽ ജീവിക്കുന്ന ചില മനുഷ്യരെങ്കിലും ഒരുപക്ഷെ നമ്മുടെ നടുവിൽ കണ്ടേക്കാം. പാപവഴിയിൽ ജീവിച്ച് പാപം പ്രവർത്തിച്ച് നേരായ വഴികളെ മാറ്റിമറിക്കുന്ന തലമുറ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനത്തോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ വഴിയിൽ തന്നെയോ ഞാൻ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക. എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ കർത്താവ്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന തലമുറയുടെ ഭാഗമോ ഞാൻ? അതൊന്ന് ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഈ ലോകയാത്രയുടെ അവസാനം വരെ നീ നടക്കുന്ന വഴി എപ്രകാരമാണ്? ആ വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നെങ്കിൽ നീ എവിടെയാണ് ചെല്ലുക? പ്രിയമുള്ളവരെ, 25-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ, യഹോവേ, നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ എന്നൊരു വചനമുണ്ട്. ഭക്തനായിരിക്കുന്ന മനുഷ്യൻ പറയുകയാണ്. സൂത്താറ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ഇപ്രകാരമാണ് നിത്യപ്രാർത്ഥനാ ക്രമത്തിൽ ചൊല്ലിപ്പോകുന്നത്, കർത്താവേ, നിൻ്റെ സർവ്വകൽപ്പനകളുടെയും വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾ അവയെ ആചരിച്ച് നിൻ്റെ കൃപയാൽ ജീവിക്കുമാറാകട്ടെ. ഭക്തനായിരിക്കുന്ന മനുഷ്യൻ്റെ ചിന്തയാണ്,
നിൻ്റെ കൽപ്പനകളുടെ വഴി. നീ എന്നെ പഠിപ്പിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കർത്താവേ ഞാൻ വ്യഗ്രത പൊള്ളുകയാണ്. എന്നാൽ ആ വഴിയിൽ നിന്നെന്നെ തെറ്റിക്കുവാൻ പിശാച് തന്ത്രം മെനയും അവനെന്നെ പിടിച്ചുകൊണ്ടു പോകുവാൻ ചുറ്റിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ, ദൈവമേ നിൻ്റെ കൽപ്പനകളെ മറന്ന് ജീവിക്കുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക. നിൻ്റെ സർവ്വകൽപ്പനകളുടെയും വഴി ഞങ്ങളെ പഠിപ്പിക്കണം. ഈ കൽപ്പന പഠിക്കുമ്പോഴാണ് ആ കൽപ്പന ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അതനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. പല മനുഷ്യരും വഴി തെറ്റാനുണ്ടായ കാരണം കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നില്ല. കർത്താവിൻ്റെ കൽപ്പനയെ വിട്ടൊഴിഞ്ഞ് ലോകത്തിൻ്റെ ചിന്തകളിലൂടെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യൻ അവൻ വഴിമാറിപ്പോകും, അവൻ്റെ വഴി തെറ്റിപ്പോകും. പ്രിയമുള്ളവരെ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗം കിടക്കുന്നുണ്ട്, ഒരു തിരുവചനം. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് നടപ്പീൻ. ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് നടപ്പീൻ. പ്രിയമുള്ളവരെ, ആ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു പഴയ പാതകളെ അന്വേഷിപ്പീനെന്ന്. വഴികളിൽ ചെന്ന്, വഴികളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പല വിധത്തിലുള്ളതായ വഴികൾ നമുക്ക് കാണുവാം. ഒത്തിരി വഴികളുണ്ട്, വീതി കൂടിയത്, വീതി കുറഞ്ഞത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കുണ്ടും കുഴിയായി കിടക്കുന്ന വഴികളൊക്കെയുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ അത് അങ്ങനെയല്ല. ആ ജീവിത വഴികളിൽ ചെന്നന്വേഷിക്കണം. ഞാൻ എവിടെയാണ്, എങ്ങനെയാണ് നിൽക്കുന്നത്, ഇനി എപ്രകാരമാണ് മുന്നോട്ട് പോകേണ്ടത്, ഏതാണ് എൻ്റെ നേരായ വഴി അന്വേഷിക്കുവാനായിട്ട് വഴികളിൽ ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരം പറയും: നല്ല വഴി ഏതാണ്, ഏതിലെയാണ് ഞാൻ പോകേണ്ടത്? ആ ചോദ്യം പ്രിയമുള്ളവരെ ചോദിക്കുവാൻ പറയുന്നത് പഴയ പാതകളെ നോക്കി ചോദിച്ച് നടപ്പീനെന്ന പഴയ കാലം. പ്രിയമുള്ളവരെ, ഇത് വളരെ തിടുക്കമേറിയ കാലമാണ്. ഭയങ്കര ഫാസ്റ്റായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓർക്കുക, പഴയ കാലത്തിൽ ദൈവമായ കർത്താവുമായി ബന്ധം സ്ഥാപിച്ച അനേകം തലമുറകൾ നമുക്ക് ഉണ്ട്. തലമുറയായി ദൈവബന്ധത്തിൽ, ആരാധനയുടെ ബന്ധത്തിൽ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ജീവിച്ച പഴയ തലമുറകളുണ്ട്. അവരിലൂടെ അവരുടെ പാതകളെ നോക്കി പഠിപ്പീനെന്നാണ് യിരെമ്യാ പ്രവാചകനിലൂടെ രേഖപ്പെടുത്തുന്നത്. രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുന്ന തലമുറ, കുട്ടികളെ വിളിച്ചിരുത്തി ദൈവവചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തലമുറ, ആരാധനയുടെ മാഹാത്മ്യത്തെ സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന തലമുറ. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. എല്ലാവരും തിരക്കിൻ്റെ നടുവിലാണ്. ഇനി തിരക്കല്ലെങ്കിലും സ്വസ്ഥമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വാർദ്ധക്യകാലത്തിലാണെങ്കിൽ പോലും ചിലരെല്ലാം ടി വിയുടെ മുമ്പിൽ സമയം കളയുന്നു. പുതിയ തലമുറ നോക്കുമ്പോൾ അവർക്ക് പഠിപ്പാൻ തക്കവണ്ണം ഒന്നുമില്ല. സ്കൂളിൽ പഠിക്കുന്ന, കൂട്ടുകാരിലൂടെ കേൾക്കുന്ന, മറ്റുള്ള ഒരാൾ പറയപ്പെടുന്ന കാര്യങ്ങളുടെ മുമ്പിൽ തന്നെ പഴയ തലമുറയും ഇരിക്കുന്നൊരു കാലഘട്ടം. സ്കൂൾ വിട്ട് വരുന്ന മക്കൾ കാണുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അല്ലെങ്കിൽ വല്യപ്പനും വല്യമ്മയും സീരിയൽ കാണുന്ന രംഗമാണ്. അവർക്കതൊരു പുതുമയല്ല. കാരണം അവൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. അവൻ ടി വി കാണാനിരുന്നില്ലെങ്കിൽ വാതിലടച്ച് കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലെടുത്ത് അത് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് നോക്കുമ്പോഴൊക്കെയും ഒരു പുതിയ വഴി കണ്ടെത്തുവാൻ അവന്, അല്ലെങ്കിൽ അത് പഴയ പാതയിൽ നിന്ന് കിട്ടേണ്ട അനുഭവകരമായൊരു വഴി കണ്ടെത്തുവാൻ അവന് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പാത അന്വേഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് നന്മകളുടെ നഷ്ടമുണ്ടാകും. മുൻപ് കാലത്ത് നമുക്ക് നോക്കിയാലറിയാം, ഞായറാഴ്ച ദിവസത്തിൻ്റെ തലേ ദിവസം ശനിയാഴ്ച മിക്കവാറും എല്ലാ വീട്ടിലെയും വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും ഒരു പക്ഷേ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമൊരു ഡ്രസ്സുണ്ടാകും. അത് നാളെ പള്ളിയിൽ കൊണ്ടുപോകാനാണെന്ന വിധത്തിൽ തലേ ദിവസം എടുത്ത് അത് വെയിലത്തിട്ട് ഉണക്കി മടക്കി വയ്ക്കും. കാരണം നാളെ പള്ളിയിൽ കൊണ്ടുപോകണം.
അവരുടെ ചിന്ത ഏതാണ്? നാളെ ആരാധനയുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ല. നേരം വെളുക്കുമ്പോഴാണ് പള്ളിയിൽ പോകണമോ വേണ്ടയോ എന്ന് പോലും ചിന്തിക്കുന്നത്. ആരാധനയ്ക്ക് പോകണമോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് നേരം വെളുത്തിട്ടാകാം, അല്ലെങ്കിൽ അല്പം നേരം കൂടെ കഴിഞ്ഞിട്ടാകാം. അവസാനം എന്ത് സംഭവിക്കുന്നു? തീരുമാനമെടുത്ത് ദേവാലയത്തിൽ ചെല്ലുമ്പോഴേക്കും വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഒരുപക്ഷെ കഴിഞ്ഞിരിക്കും. പുതിയ തലമുറ നോക്കുമ്പോൾ പഴയ തലമുറയിൽ നിന്ന് കാണുവാനും കേൾക്കുവാനും ഒന്നുമില്ല. എന്നാലും ഓർക്കുക, ആ പഴയ തലമുറയുടെ ജീവിതത്തിൽ അനേകം നന്മകളുണ്ടായിരുന്നു. അനേകം നന്മകൾ അവർ വച്ചു പുലർത്തിയിരുന്നു. തന്നോട് കൂടെ ജീവിക്കുന്ന, തൻ്റെ ചുറ്റുപാടുകൾ ജീവിക്കുന്നവർ എല്ലാവരും പരസ്പരം സ്നേഹബന്ധത്തിലും ബഹുമാനത്തിലും ജീവിച്ചിരുന്നു. അയൽപക്കത്തെ ഒരു പ്രിയപ്പെട്ട മകൻ ഏതെങ്കിലും വിധത്തിൽ ഒരു അരുതായിക ചെയ്താൽ അരുത് എന്ന് പറയുവാൻ അയൽപക്കത്തെ ഒരു വല്യപ്പച്ചന് അനുവാദമുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് മാറിപ്പോയി. സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ഒരു കല്ലെടുത്ത് പ്രിയമുള്ളവരെ ഒരു പട്ടിയെ എറിഞ്ഞു, അല്ലെങ്കിൽ ഒരു നായെ എറിഞ്ഞു. വേദന കൊണ്ട് പുളഞ്ഞ ആ നായ്ക്കുട്ടി കടിക്കാൻ തക്കവണ്ണം കുരച്ചുകൊണ്ട് ആ പയ്യൻ്റെ മേൽ ചാടി. അവൻ പേടിച്ച് അലറി. ആ അലർച്ചയുടെ ശബ്ദം കേട്ട് നായ അവനെ വിട്ടിട്ട് ഓടിപ്പോയി. പ്രിയമുള്ളവരെ, എന്നാൽ ഇത് കണ്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട മകൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറം വീടുള്ള ഒരു വല്യപ്പച്ചൻ നടന്നു വരുന്നുണ്ടായിരുന്നു. വന്ന വരവിന് ആ വല്യപ്പച്ചൻ ആ മകൻ്റെ ചെവിയിൽ കയറി പിടിച്ച് ഒന്ന് കിഴുക്കി. സ്കൂൾ വിട്ട മര്യാദയ്ക്ക് പോയാൽ പോരേടാ എന്ന് ചോദിച്ച്, ഇപ്പോൾ പട്ടി കടിക്കുമായിരുന്നല്ലോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് കിഴുക്കി. അവന് പ്രാണവേദനയായി. ചെവിയിൽ നിന്ന് വിട്ടപ്പോൾ അവൻ വേദന കൊണ്ട് പിളഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓടിപ്പോയി. പ്രിയമുള്ളവരെ, കരഞ്ഞുകൊണ്ട് കയറി വരുന്ന മകനെ കണ്ട് അമ്മ ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, വല്യപ്പച്ചൻ എൻ്റെ ചെവി പിടിച്ച് കിഴുക്കി. എന്തിനാണ് കിഴുക്കിയത്? അപ്പം മകൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ പട്ടിയെ കല്ല് വെച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാണ് എൻ്റെ ചെവിയെ പിടിച്ച് കിഴുക്കിയത്. അന്നത്തെ അമ്മ പറഞ്ഞു, നന്നായിപ്പോയി, ഞാൻ ഈ വല്യപ്പച്ചനെ ഇനി ഒന്ന് കാണട്ടെ, ഇനി എന്തെങ്കിലും ഇപ്രകാരം കണ്ടാൽ 2 അടി കൂടെ കൊടുത്തേരെ എന്ന് ഞാൻ പറയും. ഇതായിരുന്നു പഴയ തലമുറ. കാരണം വളർന്നു വരുന്ന തലമുറകളിൽ സ്വാധീനമുണ്ടായിരുന്ന ഒരു തലമുറയും ചുറ്റുപാടുമുണ്ടായിരുന്നു. എന്നാൽ മതിലുകൾ ഉയർത്തപ്പെട്ട കാലഘട്ടത്തിൽ അപ്പുറത്തെ വീട്ടിൽ ആരാണ് ജീവിക്കുന്നതെന്ന് പരസ്പരം അറിയാതെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ല. ഒരു നന്മയുടെ വഴി കാണണമെങ്കിൽ അത് സ്വന്തം ഭവനത്തിൽ നിന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. എന്നാൽ ഓർക്കുക, ആ വഴി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ നിന്ന് അത് കണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പുതുതലമുറയും വഴി മാറി പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ. ലോകത്തിൻ്റെ വിധത്തിലേക്ക്, ലോകത്തിൻ്റെ ചിന്തകളിലേക്ക്, ലോകത്തിൻ്റെ പ്രമാണങ്ങളിലേക്ക് നീ നോക്കിക്കൊണ്ട് ജീവിക്കുന്നെങ്കിൽ നിനക്ക് നേരായ വഴിയിൽ ചെന്ന് നിൽക്കുവാൻ സാധിക്കത്തില്ല. നേരായ വഴിയിലൂടെ ജീവിക്കുവാൻ നിനക്ക് സാധിക്കില്ല. അപ്പോൾ വഴി തെറ്റിപ്പോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നല്ല വഴി ഏതെന്ന് കണ്ടുപിടിപ്പാൻ തക്കവണ്ണം പഴയ പാതകളെ നോക്കി പഠിക്കണം. ഒരുപക്ഷെ ഈ തലമുറയിൽ അതിന് ഭാഗ്യമില്ലാതെ പോവുകയാണ്. ഒത്തിരി പേർക്ക് അതിന് അനുഭവം കിട്ടാതെ പോവുകയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ഓർക്കുക, ജീവിതത്തിൽ കർത്താവിൻ്റെ വഴിയിലേക്ക് നടക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. പ്രശ്നസങ്കീർണമായ ലോകത്തിൽ, പിശാച് നടമാടുന്ന ലോകത്തിൽ, പാപം താണ്ഡവമാടുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ ആരെയാണ് വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിക്കുന്ന സിംഹത്തെ പോലെ പാപം പാഞ്ഞു നടക്കുകയാണ്, പിശാച് പാഞ്ഞു നടക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ചെന്ന് വീഴുന്നത് ലോകത്തിൻ്റെ വഴിയിലാകാം, പാപത്തിൻ്റെ വഴിയിലാകാം. എന്നാൽ അത് മനസ്സിലാകാതെ പോവുകയാണ് പല തലമുറയ്ക്കും. തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം അവൻ നിൽക്കുന്ന ആ വീതിയുള്ള പാത, അതിലൂടെ നടക്കുമ്പോൾ എങ്ങും കൈയും കാലും മുട്ടുന്നില്ല. എതിലൂടെ വേണമെങ്കിലും നടക്കാം, നിറയെ സ്വാതന്ത്ര്യമുണ്ട്, തടയാൻ ആരും വരുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, മത്തായി ശ്ലീഹായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യത്തിൽ ചെല്ലുമ്പോൾ
ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുവീൻ എന്നൊരു വചനമുണ്ട്. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുക. കാരണം ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യ പ്രവേശനമാണ്. എന്നാൽ വീതിയേറിയ വീതി കൂടിയ പാതയെന്ന് പറയുന്നത് നാശത്തിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്രകാരം പിതാക്കന്മാർ ആരാധനയോട് ചേർത്ത് വെച്ച് പാടി, ജീവവഴി മൃതിപന്ഥാവെന്നീ ഇരുവഴികൾ സഹദേർ കണ്ടു, നവജീവൻ പ്രാപിച്ചിടാനായി ഇടുങ്ങിയ വഴിയവർ കാംക്ഷിച്ചു. പിതാക്കന്മാരെ രേഖപ്പെടുത്തി പറയുകയാണ്, ജീവവഴി, മൃതിയുടെ വഴി, ഇങ്ങനെ രണ്ട് വഴികൾ. ജീവനിലേക്ക് പ്രവേശിക്കുന്ന വഴി, മരണത്തിലേക്ക് പോകുന്ന വഴി. ജീവനിലേക്ക് പ്രവേശിക്കുന്ന വഴി ഇടുങ്ങിയതാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ മരണവഴി എന്ന് പറയുന്നത് വീതിയേറിയതാണ്. അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ആ രണ്ട് വഴി മുന്നിൽ കണ്ടപ്പോൾ പുതുജീവൻ പ്രാപിക്കുവാൻ വേണ്ടി പുണ്യപ്പെട്ട പിതാക്കന്മാർ തിരഞ്ഞെടുത്തത് ഇടുങ്ങിയ വഴിയാണ്. ആ ഇടുങ്ങിയ വഴിയായിരുന്നു അവർക്ക് പ്രിയം. കാരണം ആ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കുക, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് പലർക്കും മനസ്സിലാവില്ല. ഒരല്പം കഷ്ടത അനുഭവിക്കാൻ തയ്യാറല്ല. ഒരല്പം ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ തന്നെ ദൈവ വഴി വിട്ടിട്ട് പോകും. ഒരു ശോധന വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് പോലും ചിന്തിക്കാതെ, എൻ്റെ കുഴപ്പം കൊണ്ടാണോ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണെന്നോ പോലും ആലോചിക്കാതെ നേരിൻ്റെ വഴി വിട്ടുപോകുന്ന തലമുറയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്നാൽ പഴയ കാലത്തെ പിതാക്കന്മാർ അപ്രകാരമായിരുന്നില്ല എന്ന് നമ്മൾ പാടുന്നുണ്ട്. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മൾ നിങ്ങളെ കേൾക്കുന്നുണ്ട്, കുന്തത്താൽ കുത്തേറ്റ് കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് മരിപ്പാനായിട്ട് ഓടുന്നതായ ശിഷ്യന്മാർ, ചവളം കൊണ്ട് ഹൃത്ത് തുറന്ന് വിലാവ് തുറന്ന് രക്തവും വെള്ളവും ഒഴുകിക്കിടക്കുന്നത് കണ്ട് മരിപ്പാനായിട്ട് ഓടിപ്പോകുന്ന പിതാക്കന്മാരുടെ ഒരു തലമുറയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ കൊതി പൂണ്ട് നിൽക്കുന്ന തലമുറകളുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിശയപ്പെടും. അതിശയപ്പെടേണ്ട കാരണം അതിനുവേണ്ടി ജീവിക്കുന്നവർ പോലുമുണ്ട്. കാരണം കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുന്നത് അഭിമാനം എന്ന് കരുതുന്ന മക്കൾ ഇന്നും ഈ ഭൂമുഖത്തുണ്ട്. പ്രിയമുള്ളവരെ ഓർക്കുക, ആ കാലഘട്ടത്തിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഒരല്പം കഷ്ടത വന്നാലും അല്പം സഹനം വന്നാലും സാരമില്ലെന്ന് പറയുവാനും, ആ കാരണം കൊണ്ട് തെറ്റിൻ്റെ വഴിയിലേക്ക്, മദ്യപാനത്തിൻ്റെ ശീലയിലേക്ക്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുവാനല്ല പ്രിയമുള്ളവരെ നമ്മൾ ഒരുങ്ങേണ്ടത്. കഷ്ടത വന്നാലും സഹനം വന്നാലും സാരമില്ലെന്ന് പറയുവാൻ, കർത്താവിൽ നിന്ന് ബലം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാകണം പ്രിയമുള്ളവരുടെ നമ്മുടെ വചന കേൾവി എന്ന് പറയുന്നത്. പ്രിയമുള്ള ജീവിതത്തിൻ്റെ വഴികളിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ കർത്താവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. സദൃശ്യവാക്യം 4 അതിൻ്റെ 26, 27 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ്, നിൻ്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിൻ്റെ കാലിനെ ദോഷം വിട്ടകലുമാറാകട്ടെ. വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിൻ്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നീ പോകേണ്ട വഴി അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനെ വെട്ടിത്തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. കർത്താവാകുന്ന യേശു ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളതാകട്ടെ നിൻ്റെ യാത്ര. കാരണം ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. കാരണം ലോകത്തിൽ യഥാർത്ഥമായ വഴിയെന്ന് പറയുന്നത് യേശു കർത്താവ് തന്നെയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹായുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിലൂടെ കർത്താവ് ഇത് പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ.
തുടർന്ന് പറയുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. എന്നിലൂടെയല്ലാതെ ആരും പിതാവിലേക്ക് ചെല്ലാൻ പറ്റത്തില്ല. കാരണം ഞാനാണ് യഥാർത്ഥ വഴി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വഴി ഇടയ്ക്കെങ്ങാനും വെച്ച് ഒന്ന് മാറിപ്പോയാൽ നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ നിന്നാണ് മാറിപ്പോകുന്നത് എന്ന് ചിന്തിച്ചുകൊള്ളുക. നമ്മൾ തുടങ്ങിയത് കർത്താവിൻ്റെ വഴിയിൽ നിന്ന് തന്നെയാണ്. കർത്താവിലേക്കുള്ള വഴിയായിട്ടാണ് തുടക്കം വെച്ചത്. മാമോദീസായുടെ ശുശ്രൂഷയിലൂടെ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് പിശാചിനെ തള്ളിപ്പറഞ്ഞ് കർത്താവിൻ്റെ വഴിയിലേക്ക് കയറി നിന്ന് ജീവിതം ആരംഭിച്ച നാം എപ്പോഴോ സത്യദൈവമാകുന്ന വഴിയാകുന്ന ജീവനാകുന്ന കർത്താവിനെ ത്യജിച്ച് മറുവഴിയായി നടന്നുപോയി. അത് നന്മയായിരുന്നില്ല, വഴിതെറ്റിയ ഒരു ജീവിതമായിരുന്നു. മുടിയൻപുത്രൻ്റെ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, അനുഗ്രഹകരമായൊരു വഴിത്താരയിൽ നിന്നാണ് അവൻ മറുവഴിയായി കടന്നുപോയത്. പക്ഷേ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ മുടിയൻപുത്രൻ സാധിച്ചു എന്ന് ആണെങ്കിൽ, പ്രിയമുള്ളവരെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം അതിന് സാധിക്കുമാറാകണം. സാധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ് സംഭവിക്കുക. യഥാർത്ഥ വഴിയാകുന്ന കർത്താവിനെ ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അത് നിത്യനാശത്തിലേക്കും നിത്യദണ്ഡനത്തിലേക്കും രണ്ടാം മരണത്തിലേക്കും നമ്മെ കൊണ്ട് എത്തിക്കും. അതാകാതിരിപ്പാൻ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 91 അതിൻ്റെ 11-ാമത്തെ വാക്യം, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് നിൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാനായിട്ട് നാം പരിശ്രമിക്കുമ്പോൾ നാം വീണുപോകാതെ തളർന്നു പോകാതെ കാല് കല്ലിന്മേൽ തട്ടാതെ വണ്ണം തൻ്റെ മാലാഖമാരുടെ കൽപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉണ്ട് എന്ന് ചിന്തിച്ചു കൊള്ളുക. എന്നാൽ അവൻ്റെ വഴിയിൽ തന്നെ നടക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും ഒരുങ്ങണം. പ്രിയമുള്ളവരെ, കുറേശ്ശെ ലോകത്തിൻ്റെ വഴിയിലും ഇടയ്ക്കെപ്പോഴെങ്കിലും കർത്താവിൻ്റെ വഴിയിലും കയറി നിൽക്കാം എന്ന് ചിന്തിക്കുന്നത് നന്മയല്ല. കാരണം ലോകത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് തന്നെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. എന്നാൽ കർത്താവിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മെ കാത്തുപരിപാലിക്കുവാൻ തൻ്റെ മാലാഖമാരെ അയക്കും. കാല് കല്ലിൽ തട്ടാതെ വണ്ണം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വീണു പോകാതെ വണ്ണം കാക്കുവാൻ തൻ്റെ മാലാഖമാരെ അയക്കുന്നൊരു കർത്താവുണ്ട്. അവൻ്റെ പാതയിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അവൻ്റെ ആണിപ്പഴുതേറ്റ കരത്തിന്മേൽ നിന്ന് പിടിവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവൻ്റെ ആണിപ്പഴുതേറ്റ കരത്തിൽ നിന്ന് പിടിവിടാതെ കർത്താവാകുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആ വഴിയിലൂടെ കർത്താവിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നിത്യരാജ്യത്തിൽ ചേർന്ന് നിൽക്കുവാൻ, നിത്യരാജ്യത്തിൻ്റെ പ്രവേശത്തിന് മുഖാന്തരമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനു വേണ്ടിയാകണം നമ്മുടെ വചന കേൾവി. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് മടങ്ങി വരാം. നമ്മുടെ ചിന്ത ഇപ്രകാരമാണ്: എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന ആ വചനം നമ്മെ ഒന്ന് ചിന്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അതൊരു വെല്ലുവിളിയായിട്ട് കടന്നു വന്ന് എൻ്റെ കർത്താവേ എന്ന് വിളിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കമുള്ളവരാകാം. കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിൽ താണിരിക്കുവാൻ നമുക്കൊന്ന് ഒരുങ്ങാം. അത് മനസ്സുകൊണ്ടൊന്ന് കൊതിക്കാം. കാരണം ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കുള്ള കൊതിയല്ല, നിത്യരാജ്യത്തിൻ്റെ അവകാശത്തിന്മേലുള്ള കൊതിയായി നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ, കർത്താവ് നമ്മെ ഒരുക്കട്ടെ, അവൻ്റെ വഴിയിലേക്ക് നമ്മളെ കയറ്റി നിർത്തട്ടെ. ആ വഴിയിലൂടെ നമുക്ക് നടക്കാം. എന്നാൽ കർത്താവിൻ്റെ വലങ്കരത്തിന്മേലുള്ള പിടി വിടാതിരിപ്പാൻ നമുക്ക് സൂക്ഷിക്കാം. അതിന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സമർത്ഥമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.